ഉണ്ടാക്കുന്നത് പപ്പടം കൊണ്ടുള്ള ഒരു പായസമാണ്. പപ്പടം കച്ചി പപ്പടമാണ്. ഒരു 8 പപ്പടം ഉണ്ട്. അതിലേക്ക് പഴം 6 ഉണ്ട്. വേണ്ടത് എടുത്താൽ മതി. അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ആദ്യത്തെ പാലാണിത്. 2ാം പാല്. 3ാമത്തെ പാലിൽ 2 അച്ച് ശർക്കര വിളയിച്ചിട്ട് അരിപ്പൊടി, ചുക്കും ജീരകം പൊടിച്ച് നെയ്യ്. ഇതാണ് ഉണ്ടാക്കേണ്ട വിധം. ആദ്യം നമ്മൾ ഈ പഴം മിക്സിയിലേക്ക് തൊലി കളഞ്ഞിടണം. ഇനി ശർക്കര പാനിയാക്കിയത് ഇതിലേക്ക് ഒഴിച്ചു. ഈ പഴം ഒന്ന് ചെറുതാക്കി കൊടുക്കാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിലേക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് അരച്ച് തരാം. നമുക്ക് ഇത് പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പഴം ആ അരിപ്പൊടി ശർക്കര പാവും കൂടി 3ാമത്തെ പാലിൽ അടിച്ച് കൊണ്ടുവന്നതാണ്. ഇനി കയ്യിലോണ്ട് ഇളക്കി ഒക്കെ യോജിപ്പിച്ചിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം. തിളയ്ക്കണം. ഈ പപ്പടമൊക്കെ ഒന്ന് പൊടിച്ച് വയ്ക്കാം. കാരം കുറവുള്ള പപ്പടമാവണം. എന്നാൽ ഇതിന് പായസത്തിൽ കാരം കുറയും. ഉപ്പും തന്നെ ശർക്കര ഉപ്പില്ലാത്ത ശർക്കര ആവണം. കഴിയുന്നതും ഉപ്പില്ലാത്ത ശർക്കര ആവണം. നല്ല തിളച്ച് വരണം. എന്നാൽ പപ്പട പായസം വേഗം റെഡിയാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. വരുന്നുണ്ട്. നമുക്ക് 2ാം പാൽ ഒഴിക്കാം. 2ാം പാൽ ഒഴിക്കുകയാണ്. 2ാം പാൽ ഒഴിച്ച് ഒന്ന് തിളയ്ക്കണം. 2ാം പാൽ ഒഴിച്ച് ഇനി ഒന്ന് തിളച്ചിട്ട് വേണം പപ്പട ഇടാൻ. പായസത്തിൻ്റെ കൂട്ടൊക്കെ റെഡി ആയിക്കില്ല. ഇനി പപ്പടം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ച പപ്പടം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ഇളക്കി ചേർത്ത് കഴിഞ്ഞു. ഇനി തിളച്ച് നമ്മളിത് വാങ്ങി വയ്ക്കുകയാണ്. എന്നിട്ട് ആദ്യത്തെ പാല് ഒഴിക്കുക. ചട്ടി അടുപ്പത്ത് വെച്ച് നെയ്യ് ഇടുകയാണ്. ചട്ടിക്ക് നെയ്യ് ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇടാം. നെയ്യ് ചൂടായി അണ്ടിപ്പരിപ്പ് ഇട്ടു. ഇത് ഒന്ന് കളർ വരുമ്പോൾ ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് മുന്തിരി വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യണം. അതിന് നെയ്യും അണ്ടിപ്പരിപ്പ് മുന്തിരി വേണ്ടിയും വറുത്ത് ഇളക്കിയിടണം. പായസത്തിട്ട് ഇനി കുറച്ച് ചുക്കും ജീരകം പൊടിച്ച് പൊടി വിതറി കൊടുക്കാം. പപ്പട പായസം റെഡി. എല്ലാവരും ഈ പായസം ഒന്ന് പരീക്ഷിച്ച് നോക്കുക.